പലതരം മാവുകൾ, പേരകൾ, ചാമ്പ, അത്തി, ഞാവൽ, അമ്പഴം തുടങ്ങി നാടനും ഇസ്രയേൽ ഓറഞ്ച് പോലുള്ള വിദേശികളും. 700 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടിന്റെ മട്ടുപ്പാവിലാണ് ഈ കൃഷി. സർക്കാർ ഉദ്യോഗസ്ഥയായ മാന്നാർ സ്വദേശിനി നജീമയാണ് കർഷക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയാണ് നജീമ കർഷകയായത്. ചെറിയ മോള, അപ്പൊ അവൾക്ക് വിഷരഹിതമായ പച്ചക്കറിയും ഫ്രൂട്ട്സുകളും കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ തുടങ്ങിയത് ചെറിയ രീതിയിൽ ഫ്രൂട്ട്സിന്റെ ആയിരുന്നു. പിന്നീട് അത് കുറച്ചായിട്ട് പച്ചക്കറികളും നട്ട് ഇപ്പൊ ഏകദേശം 47 ഐറ്റം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട്. പിന്നെ അത്യാവശ്യം സീസണബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. പഴങ്ങൾ മാത്രമല്ല, അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും പുരപ്പുറത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടുകാർക്ക് പുറമെ മാന്നാർ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും കട്ട സപ്പോർട്ടാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണനാണ് കാര്യങ്ങൾ പറയാനുള്ളത്. രഘു, നമ്മൾ ഈ മട്ടുപ്പാവിലെ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികൾ ഉണ്ടാകാം, അലങ്കാര ചെടികൾ അതിന്റെ ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നജീമ അവർ ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയൊരു സാധ്യത കൂടിയാണല്ലേ? മനസ്സുണ്ടെങ്കിൽ എന്തും എവിടെയും വിളയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നജീമയുടെ വീടിന് മുകളിലെ ഒരു പൂങ്കാവനമെന്നോ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ചെടിയും ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ടൊരു വലിയ നമ്മൾ 10 ഏക്കറിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ജൈവസമ്പത്ത് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. വീടിന് മുകളിൽ പല രീതിയിലുള്ള നമ്മൾ കൃഷികൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മീൻ വളർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയധികം പഴവർഗ്ഗങ്ങൾ, അതും നമ്മുടെ നാട്ടിലുള്ള ഞാവൽപ്പഴം, നമ്മുടെ നാട്ടിൻപുറങ്ങളൊക്കെ പണ്ട് ധാരാളം ഉണ്ടായിരുന്ന ഞാവൽപ്പഴം മുതൽ വിദേശത്ത് നിന്ന് വന്ന ചില പഴവർഗ്ഗങ്ങളടക്കം അവിടെ നട്ട് നനച്ച് വളർത്തുകയാണ്. കൃഷി പ്രത്യേകിച്ച് ആലപ്പുഴയിലുള്ള ആളായതുകൊണ്ട് തന്നെ കൃഷി മനുഷ്യർക്ക് വലിയ ഒരു മാനസിക ഉല്ലാസം നൽകുന്ന ഒരു ഇടം കൂടിയാണ്, അല്ലെങ്കിൽ കൃഷിയിടം എന്ന് പറയുന്നത്. നമ്മൾ വലിയ ടെൻഷനിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കൃഷിയിടത്തിലേക്ക് പോയാൽ നമുക്ക് വലിയൊരു സന്തോഷം തരും, ഒരു ഫ്രഷ് എയർ, നമുക്ക് നല്ല വായു അവിടെ കിട്ടാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രവുമല്ല, ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം കൃഷി വളരെ കുട്ടികളൊക്കെ വളരുമ്പോൾ കുറച്ചുകൂടെ ഒരു ടൈം എടുക്കും. പക്ഷേ കൃഷി വളരെ വേഗത്തിലാണ് വളരുന്നത്. ഇപ്പോൾ പച്ചക്കറികളാണെങ്കിൽ അല്ലെങ്കിൽ നെല്ലാണെങ്കിലും ഒക്കെ വളരെ വേഗത്തിലാണ് ഈ കൃഷിയുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ ചെടിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ്. നമ്മൾ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ വലിയൊരു ശ്രമം ഈ ചെടികളെ നോക്കാൻ വേണ്ടി, കാരണം ഏത് നിമിഷം വേണമെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും. കൃത്യമായ സമയത്ത് അതിന് വെള്ളം കൊടുക്കണം, വളവും കൊടുക്കണം. എന്തായാലും നജീമയെ പോലുള്ള ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാരെയാണ്, ഓഫീസിലെ ജോലി തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിലും നജീമയെ പോലെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് നല്ല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ. തീർച്ചയായും രഘു, എന്തായാലും ഞങ്ങൾക്ക് ഇത്ര സ്ഥലം മാത്രമേ ഉള്ളൂ, അവിടെയൊന്നും ഇതൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് മുന്നിൽ വലിയൊരു മാതൃക കൂടി നൽകുകയാണ് നജീമ. ഇതൊക്കെ പറ്റും. ആദ്യം രഘു പറഞ്ഞതുപോലെ മനസ്സുണ്ടെങ്കിൽ എന്തും എവിടെയും വിളയും കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിന്റെ പോളിസി.